കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവർ നശിപ്പിക്കും, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവർ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. Praise the Lord. Hallelujah. 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 പറ്റോലി ഈശോയെ, ഈശോയെ, ഈശോയെ. തൊട്ടടുത്തുള്ള ആൾക്കാരെ കരം പിടിച്ച് പ്രൈസ് ദി ലോർഡ് പറ. കാത് കേട്ടുകൂടാ, കാത് കേട്ടുകൂടാ. ഒരു വ്യക്തി തൊട്ടടുത്തുള്ള ആൾ പിടിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു വ്യക്തി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, തൊട്ടടുത്തുള്ള വ്യക്തിയെ കരം പിടിച്ച് പ്രൈസ് ദി ലോർഡ് പറയാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ പ്രൈസ് ദി ലോർഡ് കരം പിടിച്ച് പറ പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്. അത് അമ്മയും മകളമാർന്നാലും പിടിച്ച് പറയാം പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ അമ്മയും മകളെ ആയിരിക്കാം, തൊട്ടടുത്തിരിക്കാം. നമ്മ മകളെ പറയണ്ട, അങ്ങനെ പിടിക്കേണ്ട, ധൈര്യമായിട്ട് പിടിച്ച് പ്രൈസ് ദി ലോർഡ് പറയാം. പറഞ്ഞോളൂ പ്രൈസ് ദി ലോർഡ്. കൈ പിടിച്ച് പറ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആൾക്കാർ പറയുമ്പോൾ നന്നായിട്ട് പറയുക, രണ്ട് കൈയും പിടിച്ചിട്ട് പറയുക ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചെല്ലക്കുട്ടീസ്. ഇപ്പൊ സൂപ്പറാ ഇருக்கு ആൾക്കാർ പറയുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഒരു കൊട്ട് കൊടുത്തത് ഇപ്പൊ നന്നായിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ പീപ്പിൾ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ശരിയാണോ തെറ്റാണോ? ഇത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇത് എന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കാണ്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ കാണുമ്പോ പല കളർ, പല മുഖങ്ങൾ, സൗന്ദര്യം, സൂപ്പർ, അഴക്, ആനന്ദം, ഇതെല്ലാം ഈ സന്തോഷം, ആനന്ദം എന്റെ അകത്ത് കയറണമെങ്കിൽ ഞാൻ കാണുമ്പോ ഇതെല്ലാം നമുക്ക് മനസ്സിലിങ്ങനെ കയറുക. അപ്പോ ഒരു വ്യക്തിയെ കണ്ട് എന്റെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ ഈ കണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ കാണുക. ആ വ്യക്തിയെടുത്ത് ഉള്ളത് ഏതായിരുന്നാലും ശരി, അത് കാണുമ്പോ അത് നന്മയാണെങ്കിൽ സന്തോഷിക്കുന്നു, അത് തിന്മയാണെങ്കിൽ വെറുപ്പ്, ദേഷ്യമുണ്ട്. കാരണം കണ്ണാണ്. കണ്ണ് കാണുന്ന രീതി രണ്ടാണ്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. പോസിറ്റീവ് ഊർജം, നെഗറ്റീവ് ഊർജം രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ അവിടെ ഉള്ളത് ഒന്നാണ്. ഇപ്പൊ അവിടെ ഓക്കെ ദേവേന്ദ്രൻ, യാറും ഇല്ലല്ലോ, ഇല്ല മാലതി, ഇതെല്ലാം യാറും കൂടെ ഉണ്ടാവില്ല, തമിഴ് പേര്, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഇപ്പൊ സിലമ്പ്, ഇതും തമിഴ് പേര്. ഇപ്പൊ സിലമ്പെங்கிற ഒരു വ്യക്തി ഉണ്ട്. ആ സിലമ്പ് കാണുക. സിലമ്പ് ഒന്നാണ്. സിലമ്പിട്ട് വേറെ ഏക്കാവും ഇല്ല, കുറവും ഇല്ല, നിറവും ഇല്ല. ആ വ്യക്തി ഒന്നാണ്. എന്റെ കണ്ണും ഒന്നാണ്. ഞാൻ കാണുന്ന രീതി രണ്ടാണ്. കണ്ണ് ഒന്നാണ്, കാണുന്ന രീതി രണ്ടാണ്. കാണുന്ന രീതി ഒന്നാണെങ്കിൽ ഒരിക്കലും തെറ്റ് വരില്ല. ഇപ്പൊ എന്റെ മകൾ ഇങ്ങനെയാണ്. എന്റെ മകൾ ഈ സ്നേഹബന്ധത്തിൽ പെട്ടുപോയി. പക്ഷെ മകൾ ഒന്നാണ്. മകൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. പെട്ടുപോയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. പെട്ടിട്ടില്ലെന്ന് ചിന്തിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പൊ കാണുന്ന രീതി രണ്ടാണ്. ഒന്നാണ് കണ്ണ്, വ്യക്തി ഒന്നാണ്, കാണുന്ന രീതി രണ്ടാണ്. കാണുന്ന രീതി രണ്ടായിട്ട് വരുമ്പോൾ തന്നെ കുടുംബത്തിൽ പ്രശ്നം, വ്യക്തിയിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, സഭയിൽ പ്രശ്നം, ലോകത്തിൽ പ്രശ്നം, സംസ്ഥാനത്തിൽ, രാജ്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോ ഒന്നാണ്, എല്ലാം ഒന്നാണ്, കാണുന്ന രീതി രണ്ടാണ്. ഇപ്പൊ ഭർത്താവ് ഒന്നാണ്,
ആ ഭർത്താവ് കുറിച്ച് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കാണുന്ന രീതി രണ്ടാണ്. പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമല്ല, നെഗറ്റീവ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്നു. ആ മരുമകൾ ഒന്നാണ്. പക്ഷെ മരുമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മ രണ്ട് രീതിക്ക് നമ്മൾ പടം പിടിച്ച് കാണുന്നു, നമ്മ നോക്കുന്നു, നമ്മ കണ്ടെത്തുന്ന എല്ലാ രീതികളും രണ്ടാണെങ്കിൽ പ്രശ്നമുണ്ട്. ഈ മരുമകൾ പൊട്ടിച്ചാൽ അത് പൊൻകുടമാണ്, അതേ മാമിയാർ പൊട്ടിച്ചാൽ മൺകുടമാണ്. അപ്പോ വ്യത്യാസം രണ്ട് രീതിക്ക് കാണുക. മലയാളത്തിൽ അങ്ങ് പറഞ്ഞൊല്ലുണ്ടോ? തമിഴില് ഒരു കുടമുണ്ട്, സാധാരണ കുടം മൺകുടം. ആ മൺകുടം മാമിയാർ പൊട്ടിച്ച മൺകുടം പൊട്ടിച്ച് പ്രശ്നമില്ല. അതേ മൺകുടത്തെ മരുമകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് സ്വർണത്തിലാണത് പൊട്ടിച്ചതേ ഉള്ളു. അങ്ങനെ ഇതാ രണ്ടാണ്. കുടം ഒന്നാണ് മൺകുടം, പക്ഷെ പൊട്ടിക്കാതെ കാണുന്ന രീതി രണ്ടാണ്. ഇതേപോലെ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ നോക്കുന്നത് രണ്ട് രീതിക്ക്. അപ്പൊ കണ്ണാണ് ശരീരത്തിന് വിളക്ക്, അത് ഒരു വിളക്കാണ്, അത് പ്രകാശമുള്ളതാണ്. ഈ പ്രകാശം നമ്മൾ നോക്കുന്ന രീതിക്ക് മാറ്റപ്പെടുന്നു. അത് വേറെ രീതിക്ക് നമ്മൾ കാണുക, വേറെ രീതിക്ക് കാണുന്നത് കൊണ്ടുதான் അവിടെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, ഉറപ്പാണ്. കണ്ണില്ലാതെ എന്തുപോയി നല്ലതാണ്. എല്ലാം നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പൊ ചിന്തിക്കും, നമ്മുടെ പാവങ്ങൾക്ക് പ്രശ്നം, ആദ്യത്തെ പ്രശ്നം കണ്ണാണ്, കൈകാലല്ല കണ്ണാണ്. പാവം പോയി ഇത് മോഷ്ടിക്കുന്നത് കൈ, അത് എടുക്കുന്നത്. കോളേജ് പഠിക്കുമ്പോ എന്റെ അടുത്ത് പയ്യന്മാർ പറയും, എടാ ബെല്ല നീ ഓണായിട്ട് സംസാരിച്ചുകൊണ്ടേര്, ഞാൻ ഇത് എടുക്കാം. സംസാരിച്ചുകൊണ്ടേര്, ഇത് എടുക്കാം. എപ്പോ അച്ഛനാക്ക് മുന്നേട്ടോ, ഞാൻ പോയി മോഷ്ടിക്കൂല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ കള്ളന്നല്ല സംസാരിക്കുന്നത്. അടുത്തത് എന്റെ കൂടെ ഇരിക്കുന്ന പയ്യന്മാർ എല്ലാം വൈര് വിശക്കുന്നത്. പ്രത്യേകം ഈ വാഴപ്പഴം വിശക്കുമ്പോ, വാഴപ്പഴം വലിയ മാർക്കറ്റിൽ പോകുമ്പോ സംസാരിക്കും. മേടിക്കുന്നത് 10 രൂപ 15 രൂപയ്ക്ക്. പക്ഷെ நம்ம ഫ്രണ്ട്സ് പോയിട്ട് അതെടുത്ത് കഴിക്കുന്നത്, ഇതെടുത്ത് ഒരു പഴം തന്നെ മതി, ആശ്വാസം. മച്ചാ അലിയ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവൻ ഇതെടുത്ത് നോക്കും, ഈ പെഡൽനാ ഒരു സീപ്പ്, അതെടുത്ത് നോക്കുമ്പോ അതൊന്ന് നൈസാ എടുത്ത് തിന്നും. അപ്പൊ നമ്മ കണ്ണ് ഇല്ലെങ്കിൽ എന്തിനെ അറിഞ്ഞുകൂടാ. പക്ഷേ അവന്റെ പോയി ഇരുന്ന് സംസാരിച്ച് പക്വപ്പെടുത്തി സംസാരിച്ചിട്ട് എല്ലാതും ചെയ്യും, എല്ലാ തെറ്റുകളും ചെയ്യും. കണ്ണ് ഭയങ്കര പ്രശ്നമാണ്. കള്ളത്തരം ഇത് ചെയ്യും മുൻപ് കണ്ണ് ഫസ്റ്റ് ചെയ്യും. ഇത് പോയി എടുക്കും മുൻപ് കണ്ണ് ഫസ്റ്റ് ചെയ്യും. അത് കൊല്ലാം എന്ന് പറയുമ്പോൾ ഇത് മൈൻഡിൽ പോയിട്ട് തീരുമാനിക്കും, എടുടാ എന്ന് പറയും. അപ്പൊ ഇത് പോയി എടുക്കും. ഭാര്യ രണ്ട് ചവിട്ടടാ, കാലുകൊണ്ട് ചവിട്ടടാ എന്ന് ആദ്യം പോയി കാല് ചവിട്ടൂല, മൈൻഡ് കണ്ണ് അവിടെ രണ്ടെണ്ണം കൊടുക്കടാ എന്ന് പറയും. ആ മുഖത്തെ കാണുമ്പോൾ ദേഷ്യം വരും, ദേഷ്യം വരും, രണ്ട് ചവിട്ടും. അപ്പൊ കണ്ണ് മാത്രം ഭയങ്കര പ്രശ്നം. കണ്ണ് വഴിയായിട്ട് 98 തെറ്റുകൾ ചെയ്യാം. അത് ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ പറയാം. അപ്പதான் ഫുൾ 1 മണിക്കൂർ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇതെല്ലാத்தைയും നന്നായിട്ട് പറയാൻ പറ്റും. 98 ഈ രീതിക്ക് എങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്, കണ്ണ് വഴിയായിട്ട് എങ്ങനെ തെറ്റ് ചെയ്യുന്നത്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം പ്രത്യേകം കണ്ണ് മാത്രം പറയാം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്നിലെ പ്രകാശം അന്ധകാരമെന്നെങ്കിൽ, പ്രകാശമേ അന്ധകാരമെന്നെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ആഫ്രിക്കയിൽ പഠിക്കുമ്പോൾ ഈ നൈജീരിയ ഊഹാണ്ടാവുള്ള ഈ കൂടത്തത്തില് ഒരു ഭാഗം ഡ്രീം അനാലിസിസ്, സ്വപ്നത്തെ കുറിച്ച് പഠനം ഒരു പേപ്പറുണ്ട്. ഈ പാത പഠിപ്പിക്കാൻ അത് പഠിക്കുമ്പോൾ ഡ്രീം അനാലിസിസ്, യൂത്ത് മിനിസ്ട്രി പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചത്. ഡ്രീം അനാലിസിസ് അങ്ങനെ പോകുമ്പോ இந்த உகாண்ட ஆள்கார் മുറിയ ഓഫ് ചെയ്ത അവർ പ്രകാശം ഉണ്ടാവും, അന്ധകാരം ഉണ്ടാവും. ഒരു മുറിയില് ലൈറ്റ് ഉണ്ട്, അത് ഓഫ് ചെയ്ത എന്ത് സംഭവിക്കും? ഇരുട്ടുണ്ടാവും, അന്ധകാരം ഉണ്ടാവും. அந்த അന്ധകാരത്തില് ഒരു ഉകാണ്ട മനുഷ്യനെ ഇടണം. അവിടെ പോയിട്ട്
இந்த അന്ധകാരത്തെ കണ്ടെത്താൻ പറ്റും, இந்த ഉഹാണ്ടനെ കണ്ടെത്താൻ പറ്റും. അത്ര കറുപ്പൻ അത്ര കറുപ്പ് ഉണ്ടാവുകയാണ് അത്ര. അതുപോലെ അന്ധകാരം എന്നെങ്കിൽ അന്ധകാരം എത്ര വലുതായിരിക്കും, അത്രമാത്രം ഇരുട്ട് അന്ധകാരം വലുതായിരിക്കും, അത്രമാത്രം പാവവും വലുതാണ്. എപ്പോ இந்த കണ്ണിന്റെ പ്രകാശം നഷ്ടപ്പെടുമ്പോൾ, പ്രകാശം കണ്ണ് ഒന്നാണ്, നമ്മ കാണുന്ന രീതി രണ്ടാണ്. ഇത് രണ്ടിലും ഉള്ള പ്രകാശം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ അന്ധകാരം വലുതായിരിക്കും. നാമ നശിച്ചു പോകും, കുടുംബം നശിച്ചു പോകും, നമ്മ കുടുംബത്തിന്റെ വരുന്ന വ്യക്തികൾ നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ പ്രത്യേകം ഇത് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് വെച്ചാൽ പ്രത്യേകം നമ്മൾ കരുതി വെക്കേണ്ടത് സ്വർഗത്തിലുള്ള നിക്ഷേപം നമ്മൾ കരുതി വെക്കണം. നമ്മൾ കണ്ണുകൊണ്ട് കൂട്ടി വെക്കുന്ന നിക്ഷേപങ്ങളാണ് നമുക്കിഷ്ടമുള്ളത് കണ്ണുകൊണ്ട് കാണുന്ന നിക്ഷേപങ്ങളാണ്. യഥാർത്ഥത്തിൽ നിക്ഷേപങ്ങൾ കാണാൻ പറ്റാത്ത നിക്ഷേപങ്ങൾ. കൃപ കണ്ടെത്തിയിട്ടുണ്ടോ? സ്നേഹം കണ്ടെത്തിയിട്ടുണ്ടോ? അറവണിപ്പ് കണ്ടെത്തിയിട്ടുണ്ടോ? അറവണിക്കുന്നത് ആക്ഷൻ ആണ്, അതിനകത്തുള്ളത് അറവണിപ്പ്. അത് കൃപ ഒരു ബ്ലെസ്സിങ് ആണ്. കണ്ടെത്തിട്ടില്ല. ഈ കാണാൻ പറ്റാതെ സ്വർഗത്തിലുള്ളത്, അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ലോകത്തിലുള്ളത്, അത് നമുക്ക് സുഖം കൊടുക്കുന്നത്, നമ്മൾ യാചിക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ എന്തൊക്കെ അന്വേഷിക്കുന്നുവോ അത് നമ്മൾ അന്വേഷിക്കണം. ഇപ്പോ നന്നായിട്ട് പിസ്സ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രം ഓടും പിസ്സക്കാരന്. നമ്മൾ എന്തൊക്കെ അന്വേഷിക്കുന്നുവോ അത് നമ്മൾ അന്വേഷിക്കണം. എടാ പിസ്സ തിന്ന. ഇപ്പം സ്പഗേത്തി തിന്നുന്ന അന്വേഷിച്ചാൽ അത് നമ്മൾ അന്വേഷിക്കണം. നൂഡിൽസ് തിന്നുന്നവനെ നമ്മൾ അന്വേഷിച്ചാൽ അത് നമ്മൾ അന്വേഷിച്ചു വരും. നമ്മൾ ചിന്തിക്കും, അത് നമ്മൾക്ക് കിട്ടും. അതാ ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ എന്തൊക്കെ അന്വേഷിക്കണോ അത് നമ്മൾ അന്വേഷിച്ചു വരും. അപ്പോ നന്മയാണെങ്കിൽ അത് നല്ലതാണ്, തിന്മയാണെങ്കിൽ അത് കുഴിയാണ്. നന്മയാണെങ്കിൽ കൃപ, തിന്മയാണെങ്കിൽ കുഴിയിൽ വീഴ്ന്നു പോകും. അപ്പൊ കണ്ണ് എത്രമാത്രം നമുക്ക് നമ്മുടെ കണ്ണിന്റെ കാഴ്ച എത്രമാത്രം നമ്മളെ നന്മയിലേക്ക് എത്തിച്ചേരണം എന്ന് ഒരു വലിയൊരു ചോദ്യം ചോദിക്കും. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. ഒരു പൂച്ചയും ഒരു എലിയും രണ്ടുപേർ ഫ്രണ്ട് ആവണം. കാട്ടില് ഇങ്ങനെ രണ്ടുപേർ സംസാരിക്കുക. പൂച്ച എലിയിട്ട പറയുക, നമ്മ രണ്ടുപേർ ഫ്രണ്ട് ആയാലോ? എലിക്ക് പേടി. എപ്പൊ പൂച്ച എലിയെ കണ്ട വിടോ, ചാടി എലി തിന്നും പൂച്ച. ഈ പറന്നെല്ലാം ഏറി ഇങ്ങനെ കണ്ടെത്തും. എലി സ്മെൽ കിട്ടിയാലേ പൂച്ച പോയി കണ്ടെത്തി പിടിച്ചു തിന്നും. ഇങ്ങനെ രണ്ടുപേരും ഓപ്പോസിറ്റ് വെച്ച് രണ്ടുപേരും സുഹൃത്താകാൻ സംസാരിക്കുക. അപ്പൊ പേടിച്ചുകൊണ്ട്, നീ എന്നെ ഒന്നും ചെയ്യില്ലല്ലോ? ഇല്ല, ഞാൻ ഒന്നും ചെയ്യൂല കേട്ടോ, നമ്മ രണ്ടുപേർ ഫ്രണ്ട് ആവും. അങ്ങനെ പൂച്ച ചോദിക്കുക. അപ്പോ നീ എന്നെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ഫ്രണ്ട് ആയിട്ട് നമ്മ രണ്ടുപേർ ഫ്രണ്ട് ആവും. അപ്പൊ രണ്ടുപേരും സംസാരിച്ച് ഒരു അഗ്രിമെന്റ് വെച്ച് രണ്ടുപേരും ഫ്രണ്ടായ ശേഷം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം പൂച്ചയെ കാണാറുള്ളത് ഈ എലി ഇങ്ങനെ നോക്കുക. എപ്പോഴും പൂച്ച നമ്മള് സുഖം അന്വേഷിക്കും. എങ്ങനെ ഉണ്ട് എന്റെ കുഞ്ഞ്, എങ്ങനെ ഉണ്ട് ഇങ്ങനെ അന്വേഷിക്കും. പക്ഷെ എന്റെ കുഞ്ഞ് ഇവിടെ ഉണ്ട്, എലിക്കുഞ്ഞ് ഉണ്ട്, എന്നെയും അന്വേഷിക്കാൻ വന്നിട്ടില്ല, എന്റെ കുഞ്ഞും അന്വേഷിക്കാൻ വന്നിട്ടില്ലല്ലോ ഈ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുക. പൂച്ച കാണാറില്ല. ഇങ്ങനെ അടുത്ത് പോവാ, കാണാറില്ല. അവിടെ കൊണ്ടായി അപ്പുറത്ത് പോവാ, കാണാറില്ല. അത് കോളേജ് അപ്പുറത്ത് ഒരു കാടും ഉണ്ട്, അവിടെ പോവുക. ക്രിസ്ത്യൻ കോളേജ് അപ്പുറത്ത് ബാക്കിൽ ഒരു കാടും ഉണ്ട്. അവിടെ പോയി കണ്ട അവിടെ ഈ പൂച്ചയെ ഈ വേടൻ തന്നെ വേടൻ ഈ പൂച്ചയെ വളയില് പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ പോയി എലി പോയി നോക്കുക. അയ്യോ, നമ്മ ഫ്രണ്ട് പോയി വേടൻ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കാലത്ത് പിടിച്ചത് വൈകിട്ട് വരെ വിശപ്പോടെ ഈ വളയില കിടക്കുക ഈ പൂച്ച. വിശപ്പ് നല്ല ചിന്തിക്കണേ, വിശപ്പല്ല കിടക്കുന്നുണ്ട്. പോയി കണ്ട എന്നെ പെട്ടെന്ന് കടിച്ചിട്ട് നെട്ട് പൊട്ടിച്ചാല് പൂച്ച പുറത്തു വരും. എന്നെ പെട്ടെന്ന് പൊട്ടിക്കണേ. ഇങ്ങനെ ഇത് പൊട്ടിച്ചു കൊണ്ടിരിക്കുമ്പോ കുഞ്ഞി എലിയും ഓടി വന്ന് നോക്കുക. കുഞ്ഞെലി സിൻസിയറാ ഇന്നസെന്റ് ആയിട്ട് കടിക്കുക ഈ വളയ കടിക്കുമ്പോ അമ്മ നോക്കുക, വളയെ പൊട്ടിക്കല്ലേ. എന്ത് മമ്മി വളയ, നമ്മ ഫ്രണ്ട് അല്ലേ പൂച്ച, നമ്മ ഫ്രണ്ട് അല്ലേ, പൊട്ടിക്കല്ലേ. പൊട്ടിക്കുന്നത് പോലെ അഭിനയിക്ക്.
തള്ള പറഞ്ഞു കൊടുക്കുക. കുഞ്ഞെലിട്ട് പൊട്ടിക്കുന്നത് പോലെ അഭിനയിക്കുക. അങ്ങനെ കുഞ്ഞെലിയും ഇങ്ങനെ പൊട്ടിക്കുന്നത് പോലെ ഈ നെറ്റ പൊട്ടിയത് പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുക. വേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു. അകത്ത് ഈ വലയിലെ പൂച്ച ജീവന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞ് കട്ട് ചെയ്യുന്ന പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വലിയ എലി ഇങ്ങനെ പതുക്കെ പതുക്കെ കടിച്ച് ഇങ്ങനെ വല ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കുന്നു. വേടൻ അടുത്ത് വരുമ്പോ പടപടപടപടാന്ന് കടിച്ച് വലയെ കീറിച്ചിട്ട് വേടൻ വരുമ്പോത് കുഞ്ഞെലിട്ട് പറയുമ്പോ നീ ഓടിപ്പോയിരു. വേടൻ വരുന്നു. ഈ വലിയ എലി നെറ്റ് കട്ട് ചെയ്യുന്നു. കുഞ്ഞെലി ചാടുന്നു. ഈ പെളിയെലി ചാടി ഈ വലയ്ക്കകത്ത് പോകുന്നു. വേടൻ വരുമ്പോ പൂച്ച രക്ഷപ്പെടാൻ പോവോ എലി തിന്നാൻ പോവോ? രക്ഷപ്പെടാൻ ഓടും. ഒറ്റ ഓട്ടം ചാടി പൂച്ച രക്ഷപ്പെട്ടു. രണ്ടുപേരും തള്ളയും പിള്ളയും എലി രണ്ടുപേരും സംസാരിക്കുക. മമ്മി നിന്റെ ഫ്രണ്ട് താണ ഈ പൂച്ച നിന്റെ ഫ്രണ്ട് താണ. എന്തിനു നീ അഭിനയിക്ക് പോലെ എന്നെ കടിക്കാൻ പറഞ്ഞ്? നിന്നെ എത്ര പ്രാവശ്യം അന്വേഷിച്ചു വന്നിട്ടുണ്ട്. എനക്ക് ഇത് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഉണങ്ങി മീനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മ തിന്നല്ലോ, ഇത്ര സുഭിക്ഷമ തിന്നിട്ടുണ്ട്. നിന്റെ ഫ്രണ്ട് രക്ഷപ്പെടുത്താൻ പോകുമ്പോ പതുക്കെ അഭിനയിച്ച് കടിക്കടാ. എന്തിനാ ഇങ്ങനെ നീ എന്റെ പറഞ്ഞത്? നോക്കി ചെയ്യണം. നമുക്ക് കണ്ണുണ്ട്, പ്രത്യേക ഒരു കണ്ണുണ്ട്. വിവേകത്തിന്റെ കണ്ണ് വേണം മക്കളെ. അത് ഹോൾ ഡേ വിശപ്പ് ഉള്ളപ്പോ എന്നെയും നോക്കത്തില്ല, നിന്നെയും നോക്കത്തില്ല. എന്റെ ഫ്രണ്ട് പുല്ല തണ്ട കുഞ്ഞി അങ്ങനെ. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എലിയാണ്. പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം എലിയാണ്. എല്ലാ പൂച്ചയ്ക്കും എലിന്ന ഒരു ബിരിയാണിയാണ്. അപ്പൊ അത് നമ്മ ഫ്രണ്ടിനും നോക്കത്തില്ല, ഫ്രണ്ടിന്റെ കുഞ്ഞിനും നോക്കത്തില്ല, ചാടി നമ്മളെല്ലാം കടിക്കും. അതുകൊണ്ട് വേടൻ അടുത്ത് വരുമ്പോ കടിച്ച് ഓപ്പൺ ചെയ്തിട്ടാൽ അവൻ നമ്മളെ കടിച്ച് തിന്നൂല്ല, ചാടി ജീവൻ രക്ഷിക്കാൻ നോക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിதான் മക്കൾ നിന്നെ അഭിനയിക്കാൻ പറഞ്ഞത്. നിനക്ക് ഞാൻ തിന്മ പഠിപ്പിച്ചിട്ടില്ല, നന്മ പഠിപ്പിച്ചതേ ഉള്ളൂ. ഇതുപോലെ വിവേകത്തിന്റെ കണ്ണ് നീ ഉപയോഗിക്കണം. ആ കണ്ണ് ഉപയോഗിച്ചാല് അവനും രക്ഷപ്പെട്ട്, വേടൻ വരുമ്പോ പൂച്ചയും രക്ഷപ്പെട്ട്, ഞാനും രക്ഷപ്പെട്ട്, എന്റെ കുഞ്ഞി എന്നെ അറിയപ്പെട്ട കുഞ്ഞേലി നീയും രക്ഷപ്പെട്ട്. അങ്ങനെയായിരിക്കും മക്കളെ. ഇന്നു മുതല് ഏതെങ്കിലും ഇതുപോലെ അപകടം വരുമ്പോ ചാടി കൊടുക്കല്ലേ. ചാടിയാൽ തെറ്റുപറ്റി പോവും. ഇന്നു മുതൽ വിവേകത്തിന്റെ കണ്ണ് ഉപയോഗിക്കും മക്കള്. നീയെ രക്ഷപ്പെടും. നമ്മ സാർന്ന് നിൽക്കുന്ന എല്ലാവരും രക്ഷപ്പെടുത്താം. കണ്ണ് ഒന്നാണ്, കാഴ്ച രണ്ടാണ്. ആ കാഴ്ചക്ക് സപ്പോർട്ട് ചെയ്ത് വിവേകത്തിന്റെ കണ്ണാണ്. ആ വിവേകത്തിന്റെ കണ്ണിന്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനും നിർവഹിക്കുക, എല്ലാം ശരിയാവും. ഇന്നു മുതൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിലുള്ള വ്യക്തിയെടുത്ത്. അപ്പനോ തള്ളയോ പിള്ളയോ യാറായാലും ശരി, അണ്ണനോ തമ്പിയോ ചേച്ചിയോ അനുജത്തിയോ യാറായാലും ശരി, എല്ലാം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പ്രശ്നം വന്നേ പറ്റൂ. വരുന്ന കാര്യങ്ങളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കൈകാര്യം ചെയ്യാൻ കണ്ണ് ഒന്നാണ്. ആ കണ്ണുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിവേകത്തിന്റെ കണ്ണ് ഉപയോഗിക്കും മക്കളെ. എല്ലാം നമ്മള് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതേപോലെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ വിവേകത്തിന്റെ കണ്ണ് എങ്ങനെ ആ മൂത്ത വലിയ എലി എങ്ങനെ വിവേകത്തിന്റെ കണ്ണ് ഉപയോഗിച്ചോ, അതേപോലെ വിവേകത്തിന്റെ കണ്ണ് നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് കരങ്ങളെയും സരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുകരിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങോട്ട് കാര്യം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുകരിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങോട്ട് കാര്യം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുകരിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങോട്ട് കാര്യം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. സംഗീതം 47:1. God bless you, God bless you, God bless you. ഈശോയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.